சூப்பரான மீன் குழம்பு தான் ரெடி. சூப்பரான மீன் குழம்பு. இது மாதிரி நீங்களும் ட்ரை பண்ணி பாருங்கள். சூப்பராக இருக்கும், வேறு லெவல். ഹലോ ഹായ് എല്ലാവർക്കും വണക്കം. ഇന്ന് നമുക്ക് സൂപ്പറാன ஒரு தேங்காய் அரைச்ச அயலக்கறி எப்படி ரெடி பண்ணணும்னு பார்ப்போம். அதுக்கான நான் ஒரு 1/2 kg அயலை நல்லா உப்பெல்லாம் போட்டு வாஷ் பண்ணி எடுத்துருக்கு. அப்புறம் ஒரு 5 பச்சை மிளகாய், ஒரு 10 பூண்டு, ஒரு பீஸ் இஞ்சி, ஒரு தக்காளி, ஒரு 15 பீஸ் சின்ன வெங்காயம், ஒரு அரை முറി தேங்காய், പുളി ചൂട് തണ്ണിയിൽ പോട്ട് ഒരു 1/2 hour ஊற വച്ചിരിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ, ചിന്ന വെങ്കായം, പച്ചമുളക്, ഇഞ്ചി, പൂണ്ട്, ഇപ്പോൾ ഒരു 200 ml തണ്ണി, 1/2 സ്പൂൺ ഉപ്പ്. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നു. ഇനി നമുക്കിതിൽ മസാല ആഡ് பண்ணலாம். ഒരു 1/2 സ്പൂൺ மிளகாத்தூள், 1/4 ஸ்பூன் மஞ்சத்தூள், ஒரு ஸ்பூன் மல்லி பவுடர். ഇതെല്ലാം പോട്ട് ഇനി ഒന്നും കൂടെ അരച്ചെടുക്കാം. പാൻ എടുത്തിട്ട് ഒരു 100 ml ഓയിൽ ഊറ്റണം. ചൂടായി നമ്മൾ കടുക് പോടണം. ആ കടുകെല്ലാം നല്ലോണം വെടിച്ച് ഒരു 5 காஞ்ச மிளகு, அப்புறமா கொஞ்சம் கருவேப்பிலை, இதெல்லாம் போட்டு നല്ലോണം മിക്സ് பண்ணிடுறோம். ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ആഡ് பண்ணலாம். ഇത് നല്ലോണം ഒന്ന് മിക്സ് பண்ணிட்டு ഒരു 10 നിമിഷം നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാം. 10 நிமிஷம் കഴിഞ്ഞ് அதுக்கப்புறம் നമുക്ക് கொஞ்சம் புளி தண்ணி ஊற்றி விடுறோம். கொஞ்சம் புளி தண்ணி ஊற்றி ஒரு தக்காளி ആഡ് பண்ணி കൊടുക്കാം. ഇതിനെല്ലാം കൂടെ നല്ലോണം നമ്മൾ ഒന്നുകൂടെ മിക്സ് பண்ணி ഒരു 5 നിമിഷം മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതാ നമ്മുടെ മീൻ മസാല ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് பண்ணிட்டு സ്പൂൺ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് பண்ணிட்டு നമ്മുടെ അയലയിലോട്ട് നമ്മൾ പോട്ട് കൊടുക്കും. അയലയിലോട്ട് പോട്ട് ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് பண்ணி ഒന്ന് തിളച്ചെടുക്കണം. അപ്പോഴേക്കും ഒരു 5 നിമിഷം കഴിയുമ്പോഴേക്കും നമ്മൾ സൂപ്പറാണ് മീൻ കറി റെഡിയാവും. സൂപ്പറാണ് മീൻ കുഴമ്പ് தான் ரெடி. சூப்பரான மீன் குழம்பு. இது மாதிரி நீங்களும் ட்ரை பண்ணி பாருங்கள். சூப்பராக இருக்கும், வேறு லெவல்.